ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് HTTP മോഡ്യൂളാണ്. സോ HTTP മോഡ്യൂൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയാണ്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, അതായത് HTTP പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ബേസിക്കലി നമുക്ക് HTTP മോഡ്യൂൾ ഉപയോഗിച്ച് നമുക്കൊരു സെർവർ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ റിക്വസ്റ്റ് റെസ്പോൺസ് ഹാൻഡിൽ ചെയ്യാനും സാധിക്കും. സോ അതങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ VS കോഡ് ഓപ്പൺ ചെയ്യുന്നു. പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം, server.js. സോ നമുക്ക് ആദ്യമായി HTTP മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ കോൺസ്റ്റൻറ്റ് HTTP require HTTP. സോ നമുക്ക് സെർവർ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഫംഗ്ഷൻ ക്രിയേറ്റ് സെർവർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. സോ നമ്മൾ സെർവർ ക്രിയേറ്റ് ചെയ്യുന്നു. സോ നമ്മൾ കോൺസ്റ്റൻറ്റ് സെർവർ HTTP create server എന്ന് പറയുന്ന മെത്തേഡാണ്. ക്രിയേറ്റ് സെർവർ എന്ന് പറയുന്ന മെത്തേഡിനുള്ളിൽ നമ്മൾ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ കൊടുക്കാം. സോ നമ്മൾ ഫംഗ്ഷൻ ആരോ ഫംഗ്ഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കിതിലൊരു റിക്വസ്റ്റ് REQ അതുപോലൊരു റെസ്പോൺസ് ആർഗ്യുമെൻ്റായി കൊടുക്കാം. ശേഷം നമ്മൾ ഫംഗ്ഷനുള്ളിൽ നമുക്ക് നമ്മുടെ റെസ്പോൺസ് കൊടുക്കാം. സോ response dot write നമ്മുടെ റെസ്പോൺസ് നമ്മളിവിടെ ഹലോ ഫ്രം സെർവർ എന്ന് കൊടുക്കാം. ഹലോ ഫ്രം സെർവർ. അതിനുശേഷം നമ്മൾ നമ്മുടെ റെസ്പോൺസ് എൻഡ് ചെയ്യാം. റെസ്പോൺസ് ഡോട്ട് ENT എന്ന് പറയുന്ന മെത്തേഡ്. ശേഷം നമ്മൾ താഴെ വന്ന് ചെയ്യേണ്ടത്, നമുക്ക് ഇത് നമ്മുടെ ലോക്കൽ കമ്പ്യൂട്ടറിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. സോ നമ്മുടെ ലോക്കൽ ഹോസ്റ്റ് ആയിരിക്കും ഉപയോഗിക്കുക. സോ നമുക്കൊരു പോർട്ട് കൂടി സെറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മളിവിടെ സെർവർ ഡോട്ട് ലിസൺ എന്ന് പറയുന്ന മെത്തേഡിനുള്ളിൽ നമ്മൾ പോർട്ട് നമ്പർ കൊടുക്കുക. സോ നമുക്ക് ഒരു 80 കൊടുക്കാം പോർട്ട് നമ്പർ. സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമുക്കിത് റൺ ചെയ്ത് നോക്കാം. നോഡ് സെർവർ എൻ്റർ ചെയ്യാം. സോ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം നമ്മളിവിടെ ലോക്കൽ ഹോസ്റ്റ് എന്ന് കൊടുക്കുക. ലോക്കൽ ഹോസ്റ്റിൽ നമ്മുടെ പോർട്ട് നമ്പർ എത്രയായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്? നമ്മുടെ പോർട്ട് നമ്പർ എന്ന് പറയുന്നത് 8080 ആയിരുന്നു. സോ നമ്മളിവിടെ 8080 എന്ന് കൊടുക്കുക, എൻ്റർ ചെയ്യുക. സോ 8080 എന്ന് കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹലോ ഫ്രം സെർവർ എന്ന് കാണാൻ സാധിക്കും. ഇതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഒരു സെർവർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് കുറച്ച് റൗട്ടിംഗ് കൊടുക്കാം. സോ നമ്മൾ 8080 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോം ലഭിക്കണം, അതുപോലെ കോൺടാക്ട് പേജ്, അതുപോലെ അബൌട്ട് പേജ്, അങ്ങനെ നമുക്ക് റൗട്ടിംഗ് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ നമ്മൾ ചെയ്യേണ്ടത് VS കോഡിൽ വന്നതിന് ശേഷം നമുക്ക് ജസ്റ്റ് Ctrl+C പ്രസ് ചെയ്ത് നമ്മുടെ സെർവർ സ്റ്റോപ്പ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിതിന് വേണ്ടി URL മോഡ്യൂൾ എന്ന് പറയുന്നൊരു മോഡ്യൂളുണ്ട്, അതുകൂടി നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. കോൺസ്റ്റൻറ്റ് URL require URL. അതിനുശേഷം നമ്മൾ ഫംഗ്ഷനുള്ളിൽ വരിക. നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. സോ നമ്മൾ കോൺസ്റ്റൻറ്റ് റിക്വസ്റ്റഡ് URL RURL എന്ന് കൊടുക്കാം. റിക്വസ്റ്റഡ് URL. സോ നമ്മൾ URL ഡോട്ട് പാർസ് എന്ന് പറയുന്ന മെത്തേഡ്, നമ്മൾ പാത്തിൽ പഠിച്ച പോലെയുള്ള ഒരു മെത്തേഡാണ് പാർസ് എന്ന് പറയുന്ന മെത്തേഡ്. സോ ഇതിനുള്ളിൽ നമ്മുടെ RURL നമുക്ക് പാസ് ചെയ്യാം. RURL ഡോട്ട് പാത്ത് നെയിം. സോ ഇത് ബേസിക്കലി ചെയ്യുന്നത്, സോ നമ്മൾ പാസ് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു വാർണിംഗ് വന്നിട്ടുണ്ട്. സോ നമ്മൾ ജസ്റ്റ് ഇവിടെ കോമ കൊടുത്ത ശേഷം ട്രൂ എന്ന് കൂടി കൊടുക്കുക. ട്രൂ പാസ് കൊറി സ്ട്രിങ് നമ്മൾ ട്രൂ എന്ന് കൊടുക്കുക. സേവ് ചെയ്യുക. ഇത് ബേസിക്കലി ചെയ്യുന്നത് നമ്മളിതുപോലെ ലോക്കൽ ഹോസ്റ്റ് 8080 എന്ന് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ // മാത്രം അത് സ്റ്റോർ ചെയ്യുന്നതായിരിക്കും. സോ ഹോം എന്ന് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഹോം എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോം എന്ന് പറയുന്ന ഈ ഒരു അവസാനത്തെ ആ ഒരു പോർഷൻ അത് സ്റ്റോർ ചെയ്യുന്നതായിരിക്കും. ഹോം ആണെങ്കിൽ ഹോം സ്റ്റോർ ചെയ്യും, അബൌട്ട് ആണെങ്കിൽ അബൌട്ട് സ്റ്റോർ ചെയ്യും, കോൺടാക്റ്റ് ആണെങ്കിൽ കോൺടാക്റ്റ് സ്റ്റോർ ചെയ്യും. സോ ആ ഒരു പാത്ത് നെയിമാണ് നമ്മളിവിടെ RURL സേവ് ചെയ്തത്. സോ ഇനി നമുക്കൊരു ഇഫ് കണ്ടീഷൻ കൊടുക്കാം. സോ നമ്മൾ ഇഫ് RURL ഈക്വൽ ടു നമ്മുടെ മെയിൻ പേജ് ആണെങ്കിൽ, നമ്മുടെ ഹോം പേജ് ആണെങ്കിൽ, സോ നമ്മൾ ഇവിടെ പാത്ത് നെയിം ഒന്നും കൊടുക്കുന്നില്ല, ഒരു // മാത്രമേ കൊടുക്കുന്നുള്ളൂ. സോ നമ്മൾ ഫംഗ്ഷനുള്ളിൽ റെസ്പോൺസ് ഡോട്ട് റൈറ്റ് ഇത് ഇവിടുന്ന് കട്ട് ചെയ്ത ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യാം, സേവ് ചെയ്യാം. സോ നമ്മളിവിടെ ദിസ് ഈസ് ഹോം പേജ് അല്ലെങ്കിൽ ഹോം പേജ് എന്ന് കൊടുക്കാം. ഹോം പേജ്. അതിനുശേഷം എൽസ് ഇഫ് നമ്മൾ പിന്നെ ചെക്ക് ചെയ്യുന്നത് RURL റിക്വസ്റ്റഡ് URL ഈസ് ഈക്വൽ ടു നമ്മൾ എബൌട്ട് ആണെന്ന് ചെക്ക് ചെയ്യുന്നു. എബൌട്ട് ആണെങ്കിൽ നമ്മൾ അതിനുള്ളിൽ
നമ്മൾ ഈ ഒരു ഭാഗം കോപ്പി ചെയ്യുന്നു, ഈ ഒരു ഭാഗം ഇത്രയും ഭാഗം കോപ്പി ചെയ്ത ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്ത ശേഷം നമ്മളിവിടെ എബൌട്ട് പേജ് എന്ന് കൊടുക്കുന്നു. എബൌട്ട് പേജ്. വീണ്ടും ഇത്രയും എൽസിഫ് ഭാഗം നമ്മൾ കോപ്പി ചെയ്യുന്നു, താഴെ പേസ്റ്റ് ചെയ്യുന്നു. നമ്മൾ എബൌട്ട് മാറ്റി കോൺടാക്റ്റ് എന്ന് കൊടുക്കുന്നു. കോൺടാക്റ്റ് ആണെങ്കിൽ നമുക്ക് കോൺടാക്റ്റ് പേജ് എന്ന് ലഭിക്കണം. കോൺടാക്റ്റ് പേജ്. സോ നമ്മളിപ്പോൾ ഒരു 3 റൗട്ടിംഗ് ക്രിയേറ്റ് ചെയ്തു. ഹോം പേജ്, എബൌട്ട് പേജ്, കോൺടാക്റ്റ് പേജ്. സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമുക്കിത് റൺ ചെയ്യാം. നോഡ് സെർവർ. നമുക്ക് നമ്മുടെ എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യാം. എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്ത ശേഷം റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദിസ് സൈറ്റ് കനോട്ട് ബി റീച്ച്ഡ് എന്നാണ് കാണിക്കുന്നത്. സോ നമുക്കിവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. RURL before initialization. Cannot access RURL before initialization. ഓക്കെ, സോറി. സോ നമ്മളിവിടെ ഈ RURL പകരം നമ്മളിവിടെ കൊടുക്കേണ്ടത് നമ്മൾ request.url, നമ്മൾ റിക്വസ്റ്റ് ചെയ്ത URL ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, സോ request.url ചെറിയ മിസ്റ്റേക്കാണ്. സോ നമ്മുടെ request.url എന്നാണ് കൊടുക്കേണ്ടത്. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന URL, അതാണ് നമ്മൾ RURLോട്ട് സേവ് ചെയ്യുന്നത്. അതായിരുന്നു നമ്മുടെ മിസ്റ്റേക്ക് ഇവിടെ വന്നിരുന്നത്. സോ നമുക്ക് ഒന്നും കൂടി റൺ ചെയ്ത് നോക്കാം. സേവ് ചെയ്ത ശേഷം ഒന്നും കൂടി റൺ ചെയ്ത് നോക്കാം. നോഡ് സെർവർ. സോ ഇപ്പോൾ നമുക്ക് എറർ ഒന്നും വന്നിട്ടില്ല. സോ നമുക്ക് നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ബ്രൗസർ ഓപ്പൺ ചെയ്ത് റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹോം പേജ് എന്ന് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മളിത് ഹോം പേജ് / നമ്മൾ എബൌട്ട് ഒന്ന് കൊടുക്കാം. എബൌട്ട് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ സോ നമുക്ക് വരുന്നില്ല. സോ ഇതിന് കാരണം എനിക്ക് തോന്നുന്നത് നമ്മളിവിടെ നമ്മളിവിടെ വന്നതിന് ശേഷം Ctrl+C പ്രസ് ചെയ്യാം. നമ്മളിവിടെ എബൌട്ട് എന്ന് കൊടുത്തതിന് മുമ്പായിട്ട് ആദ്യമായി നമുക്ക് സെർവർ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം എബൌട്ട് എന്ന് കൊടുത്തതിന് മുമ്പായിട്ട് നമ്മൾ ഒരു / കൊടുക്കുക. ഓക്കെ, / ആയിരിക്കും അതിൽ സ്റ്റോർ ചെയ്യുന്നത്. സേവ് ചെയ്യാം. / കൊടുക്കുക. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ നമ്മുടെ സെർവർ ആദ്യം റൺ ചെയ്യാം. നോഡ് സെർവർ റൺ ചെയ്തു. നമുക്കിവിടെ വന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്തപ്പോൾ നമുക്ക് ഹോം പേജ് ലഭിച്ചു. സോ നമുക്ക് / എബൌട്ട് എൻ്റർ ചെയ്യാം. നമുക്ക് എബൌട്ട് പേജ് ലഭിച്ചു. അതുപോലെ നമ്മൾ കോൺടാക്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ കോൺടാക്റ്റ് പേജ് എന്ന് ലഭിച്ചു. സോ നമുക്ക് ഇത്തരത്തിലൊരു HTTP മോഡ്യൂൾ ഉപയോഗിച്ച് ഒരു ബേസിക് സെർവറും അതുപോലെ റൗട്ടിങ്ങും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ HTTP മോഡ്യൂൾ ഉപയോഗിക്കുന്നതിന് പകരമായി നമുക്ക് ഇതിനേക്കാളും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. Express.js എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്ക്. സോ നമ്മളിവിടെ express.js.com എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വെബ്സൈറ്റ് കാണാൻ സാധിക്കും. സോ എക്സ്പ്രസ് എന്ന് പറയുന്നത് Node.jsൻ്റെ ഒരു വെബ് ഫ്രെയിം വർക്കാണ്. സോ നമുക്ക് HTTP മോഡ്യൂൾ ഉപയോഗിച്ച് സെർവർ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരമായി നമുക്ക് ഈ Express.js എന്ന് പറയുന്ന ഈ ഒരു ഫ്രെയിം വർക്ക് ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫംഗ്ഷനാലിറ്റീസും കാര്യങ്ങളുമെല്ലാം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ സാധാരണ നമ്മൾ Express.js ആണ് ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. സോ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയുമായിരുന്നു നമ്മുടെ Node.jsനെ കുറിച്ചുള്ള ട്യൂട്ടോറിയൽ. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.